ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അബീസ് വ്ളോഗ്സ്. നമുക്കിന്നിവിടെ ഒരു ചക്ക വേവിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. ചക്കയുടെ സീസണൊക്കെ ആയി വരികയാണല്ലോ. ചക്കയെന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമാണ്. ചക്ക നമുക്ക് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം, പഴുപ്പിച്ചോ വേവിച്ചോ ഒക്കെ കഴിക്കാം. എങ്കിലും ചക്ക വേവിച്ചത് മീൻകറി എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡാണ്. ഇന്ന് ഞാനിവിടെ ചക്കയും വേവിച്ചു, നല്ലൊരു വറ്റക്കറിയും കൂടെ വെച്ചു. അത് രണ്ടും കൂടെ അങ്ങോട്ട് കൂട്ടി ആ ചാറൊക്കെ ഒഴിച്ച് അങ്ങോട്ട് കഴിക്കാനായിട്ട് എന്തൊരു ടേസ്റ്റാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കൊതി തോന്നും. അപ്പോൾ ഈ ചക്ക എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ചക്ക വേവിക്കുന്നതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് ചക്ക അതിൻ്റെ കുരുവും ചകണിയും ഒക്കെ കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് വരിക്കച്ചക്കയാണ്. വരിക്കച്ചക്കയോ കോഴിച്ചക്കയോ ഏത് ചക്ക വേണമെങ്കിലും എടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കണം. 1 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഒരുപാട് വെള്ളമൊന്നും വേണ്ട, ഇത് പെട്ടെന്ന് വേകുന്നതാണ്. ഇനി നമുക്കിതൊരു അടപ്പടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ചക്ക വേകുമ്പോഴത്തേക്ക് അതിനുള്ള അരപ്പ് കൂടി തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 5-6 ചുമന്നുള്ളി തൊലി കളഞ്ഞത് ഇട്ട് കൊടുക്കാം. 5-6 അല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാന്താരിയാണ്. ഞാനിവിടെ ഒരു 5 കാന്താരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാന്താരിക്ക് പകരം പച്ചമുളകായാലും മതി. ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. കൂടുതലങ്ങ് അരഞ്ഞു പോകരുത്. നമ്മുടെ ചക്ക വെന്തോന്നൊന്ന് നോക്കാം. ചക്ക ഇവിടെ കണ്ടോ വെന്തിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു. ഇപ്പോൾ കണ്ട വെള്ളമൊക്കെ പറ്റി നല്ല റെഡി ആയിട്ടുണ്ട്. ചക്കയ്ക്ക് വലിയ വേവൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പൊന്ന് വേകാനുള്ള വെള്ളം മതി, കൂടുതൽ വെള്ളമൊന്നും വേണ്ട. ആ മിക്സിയുടെ ജാറൊന്ന് കഴുകുന്ന വെള്ളം മാത്രം മതി. ഇനിയും ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു തണ്ട് കരിയാപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇതൊന്ന് ആവി കയറ്റിയെടുക്കാം. അടച്ചു വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഈ അരപ്പൊന്ന് വെന്ത് കിട്ടണം. ചക്കയുടെ അരപ്പ് വെന്തോന്നൊന്ന് നോക്കാം. ആവിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അരപ്പ് വെന്തിട്ടുമുണ്ട്. ഉണ്ടോ, വെള്ളമെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിനൊന്ന് കടുക് കൂടെ വറുത്തൊഴിക്കാം. കടുക് വറക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചക്ക വേവിക്കുമ്പോഴേ കടുക് വറക്കണമെന്ന് നിർബന്ധമില്ല. എങ്കിലും കടുക് വറുത്തൊഴിച്ചാൽ ചക്ക വേവിക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇവിടെ പൊട്ടി. ഇനി അതിലേക്ക് ഒരു ചുമന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു വറ്റൽമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കരിയാപ്പില എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ തേങ്ങ തിരുമ്മിയത് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ അതൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ തേങ്ങയും ഉള്ളിയെല്ലാം മൂത്തു നല്ല ബ്രൗൺ നിറമായി. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തത് ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുക് വറുത്തത് ചക്കയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇളക്കി നന്നായിട്ട് അതൊന്ന് കുഴയ്ക്കണം. അടുപ്പിൽ വെച്ച് ഇളക്കാൻ പാടായതുകൊണ്ട് നമുക്ക് താത്ത് വെച്ച് നന്നായിട്ട് ഇളക്കാം. ചക്ക വേവിക്കുമ്പോഴേ വെളിച്ചെണ്ണയ്ക്കകത്ത് കടുക് വറുത്തൊഴിക്കുമ്പോഴേ നല്ലൊരു സ്മെല്ലാണ്. തന്നെയുമല്ല നല്ല രുചിയുമാണ്. ഡയബറ്റിക്കാർക്ക് ഏറ്റവും നല്ലൊരു ഭക്ഷണമാണ് ചക്ക വേവിച്ചത്. ജാക്ക് ഫ്രൂട്ടിന് ക്യാൻസർ ക്യൂറിങ് പ്രോപ്പർട്ടീസ് ഉണ്ടെന്നാണ് ആയുർവേദം പറയുന്നത്. ഞാൻ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന പോലെ കോട്ടയം സ്റ്റൈലിലാണ് ഈ ചക്ക വേവിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ സ്വാദിഷ്ടവും ഹെൽത്തിയുമായിട്ടുള്ള ചക്ക വേവിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം. ടിൽ ദെൻ ബൈ ബൈ.